എല്ലാവർക്കും നമസ്കാരം. ഒരു ഡാൽഗോണ കോഫി ഞാനും ഉണ്ടാക്കി. ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന കോഫിയാണ്. ഇപ്പോൾ ഡാൽഗോണ തന്നെ പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഫ്ലേവർ ഒക്കെ മാറ്റിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഐസ്ഡ് കാപ്പ എന്നുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഒത്തിരി വീഡിയോസ് നിങ്ങൾ കണ്ടു കാണുമല്ലേ, കോഫി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, നമ്മൾ ക്യാപ്പുച്ചിനോ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. അത് റിവേഴ്സായിട്ട് സെറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതുണ്ടാക്കുന്ന ചടങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഒരു സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തേക്കുന്നത്. ഇത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു സ്പൂൺ എടുക്കുമ്പോൾ അത് ഒരു സ്പൂൺ തന്നെ വെള്ളം എടുക്കുക. തണുത്ത വെള്ളം ആയാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ സാധാരണ പച്ചവെള്ളം, നമ്മൾ ടാപ്പ് വാട്ടറില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു സ്പൂൺ പഞ്ചസാര. ഇതിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരേ അളവിലായിരിക്കണം. എത്ര കോഫി പൗഡർ എടുക്കണോ അത്രയും തന്നെ പഞ്ചസാരയും വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഫോർക്കോ സ്പൂണോ എന്ത് വെച്ച് വേണമെങ്കിലും ചെയ്യാം. ഇത് വെച്ചാകുമ്പോഴത്തേക്കും കുറച്ച് അധികം നേരം വേണം. സ്പൂൺ വെച്ച് ആദ്യം നന്നായിട്ടൊന്നത് പഞ്ചസാര അലിയിച്ച് കഴിഞ്ഞിട്ട് ഫോർക്ക് കൊണ്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് അത് നല്ലൊരു ക്രീമി പരുവത്തിലാവണം. അതുവരെ ബീറ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നല്ല ക്രീമി പരുവത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ആദ്യം ഇത് ചെയ്യേണ്ടെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ പലരും പറഞ്ഞു ചെയ്യണോണ്ട് എന്താ, എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നാടോടുമ്പോൾ നടുവേ ഓടാന്ന്. അപ്പോൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഒരു സ്പൂൺ മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്നും ആവശ്യമുള്ള സംഗതിയൊന്നുമല്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ അതിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇതിങ്ങനെ സൈഡിൽ കൂടി ഡ്രോപ്പായിട്ട് വീഴുന്ന രീതിയിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഇത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ച് അതൊന്ന് സെറ്റാക്കി എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഞാനതങ്ങനെ ചെയ്തില്ല. അതിൻ്റെ കുഴപ്പം വന്നത് പറഞ്ഞുതരാം. അപ്പോൾ ഇതിലേക്ക് ഒരു 3-4 പീസ് ഐസ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് തണുത്ത പാല് ഒഴിച്ചു കൊടുക്കാം. പാലിൽ പഞ്ചസാര മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള പഞ്ചസാര മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി പാലിന് മീതയിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച കോഫിയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. ഇത് ഒരു ഗ്ലാസ്സിന് വേണ്ടിയിട്ടുള്ള കോഫി മിക്സാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് പാകത്തിനുള്ള കടുപ്പാണ്. ഇനി കൂടുതൽ കടുപ്പം ആവശ്യമുള്ളവർക്ക് 2 സ്പൂൺ കോഫി പൗഡറും അങ്ങനെ എല്ലാം ഈ 2 സ്പൂൺ വീതം എടുത്തിട്ട് ബീറ്റ് ചെയ്ത് നല്ല ഹീറ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മറ്റേ ഡിസൈൻ ചെയ്തിട്ട് അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ എടുക്കാതിരുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് നോക്കിയാൽ കാണാം, ഞാൻ ആ ഡിസൈൻ ചെയ്തതെല്ലാം പാലിൽ അലിഞ്ഞുപോയി. അപ്പോൾ ബാക്കി വന്ന മിൽക്ക് മെയ്ഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ, കോഫി പൗഡറും മിൽക്ക് മെയ്ഡും, അതൊന്ന് ഇതിൻ്റെ മീതെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് ഡാൽഗോണ കോഫി തയ്യാറാക്കി എടുക്കുന്നത്. ഇത് ശരിക്കും ഒരു ക്യാപ്പുച്ചിനോ കുടിക്കുന്ന ആ ഒരു ടേസ്റ്റേ ഉള്ളൂ, അല്ലാണ്ട് വേറെ പ്രത്യേകതയൊന്നുമില്ല. അപ്പോൾ ബാക്കി വന്ന മിൽക്ക് മെയ്ഡിൻ്റെ മിക്സും കൂടി അതിലേക്ക് വെച്ച് ഞാൻ എടുത്തു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.